ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 9 തുടങ്ങി 19 വരെയുള്ള വാക്യങ്ങളെ നാം വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 10-ാം അധ്യായം 9 തുടങ്ങി 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. തൻ്റെ മുമ്പിലും പിമ്പിലും പട നിരന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ യോവാബ് ഇസ്രായേലിൻ്റെ സകല വീരന്മാരിൽ നിന്നും ഒരു കൂട്ടത്തെ തെരഞ്ഞെടുത്ത് അരാമ്യരുടെ നേരെ അണിനിരത്തി. ശേഷം പടജനത്തെ അമ്മോന്യരുടെ നേരെ നിരത്തേണ്ടതിന് തൻ്റെ സഹോദരനായ അബീശായിയെ ഏൽപ്പിച്ച് അവനോട്, അരാമ്യർ എൻ്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ നീ എനിക്ക് സഹായം ചെയ്യണം. അമ്മോന്യർ നിൻ്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ ഞാൻ വന്ന് നിനക്ക് സഹായം ചെയ്യും. ധൈര്യമായിരിക്കുക, നാം നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കും. യഹോവയോ തനിക്ക് ഇഷ്ടമായത് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ യോവാബും കൂടെയുള്ള ജനവും അരാമ്യരോട് പടയ്ക്ക് അടുത്തു. അവർ അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. അരാമ്യർ ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അമ്മോന്യരും അബീശായിയുടെ മുമ്പിൽ നിന്ന് ഓടി പട്ടണത്തിൽ കടന്നു. യോവാബ് അമ്മോന്യരെ വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. തങ്ങൾ ഇസ്രായേലിനോട് തോറ്റുപോയി എന്ന് അരാമ്യർ കണ്ടിട്ട് അവർ ഒന്നിച്ചു കൂടി. ഹദദേസർ ആളയച്ച് നദിക്കക്കരെയുള്ള അരാമ്യരെ വരുത്തി അവർ ഹേലാമിലേക്ക് വന്നു. ഹദദേസറിൻ്റെ സേനാപതിയായ ശോബക് അവരുടെ നായകനായിരുന്നു. അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ എല്ലാ ഇസ്രായേലിനെയും കൂട്ടിവരുത്തി യോർദാൻ കടന്നു ഹേലാമിൽ ചെന്നു. എന്നാറെ അരാമ്യർ ദാവീദിൻ്റെ നേരെ അണിനിരന്നു പടയേറ്റു. അരാമ്യർ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. ദാവീദ് അരാമ്യരിൽ 700 തേരാളികളെയും 40 9 തുടങ്ങി 19 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു യുദ്ധത്തിൻ്റെ 2 ഘട്ടങ്ങളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 9 തുടങ്ങി 14 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യോവാബും അബീശായും ചേർന്ന് ചെയ്യുന്നതായ ഒരു യുദ്ധത്തെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട അമ്മോന്യരും അരാമ്യരും വീണ്ടും യുദ്ധത്തിനായി കടന്നു വരുമ്പോൾ ആ യുദ്ധത്തിൻ്റെ 2-ാമത്തെ ഘട്ടത്തിൽ ദാവീദ് കടന്നു വന്ന് യുദ്ധത്തെ ഏറ്റെടുത്ത് ആ ശത്രു സൈന്യങ്ങളെ ഒതുക്കുന്നതിനെ കാണുവാൻ കഴിയും. ഇങ്ങനെ യുദ്ധത്തിൻ്റെ 2 ഘട്ടങ്ങളാണ് ഈ 10 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം, ആത്മാവ് സഹായിക്കുന്ന പക്ഷം ഇന്നും രാവിലെയും വൈകിട്ടുമായി ഈ യുദ്ധത്തിൻ്റെ 2 യുദ്ധങ്ങളെയും നമുക്ക് ധ്യാനിക്കാവുന്നതാണ്. എന്നാൽ ഇതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ടതായ വിഷയങ്ങളെ ഞാൻ നിങ്ങളുമായി ഒരു ഔട്ട്ലൈൻ ആദ്യം നൽകിയിട്ട് ഈ വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടേക്ക് നാം കടന്നു വരുമ്പോൾ ഇതിൽ ഒന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മുമ്പിലും പിമ്പിലും പട നിരന്നിരിക്കുന്നുവെന്ന് യോവാബ് കണ്ടു. ഇവിടെ യോവാബിൻ്റെ ദർശനത്തെ നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് അതിലേക്ക് മടങ്ങി വരാം. തനിക്കെതിരായുള്ള യുദ്ധങ്ങളെ കാണുന്ന ഒരു കണ്ണ് യോവാബിനുണ്ടായിരുന്നു. ഇനിയും ആ യുദ്ധങ്ങളെക്കുറിച്ച് താൻ വ്യക്തമായി പറയുകയാണ്. മുമ്പിലും പിമ്പിലും പട അണിനിരന്നിരിക്കുന്നു എന്ന് താൻ കാണുകയാണ്. രണ്ടാമതായി ഈ ഒരു യുദ്ധത്തെ കാണുന്ന ഭക്തൻ ഉടനെ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തെ, വീരന്മാരുടെ ഒരു കൂട്ടത്തെ തെരഞ്ഞെടുക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കും. വീരന്മാരുടെ ഒരു കൂട്ടം തെരഞ്ഞെടുക്കപ്പെടും. ഇനി അടുത്തതായി അതിൻ്റെ 3-ാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇവിടെ യോവാബ് ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യുകയല്ല, തൻ്റെ സഹോദരനായ അബീശായിയെ വിളിച്ച് സാഹോദര്യ ബന്ധത്തിൽ യുദ്ധങ്ങൾ ചെയ്യുകയാണ്. സാഹോദര്യ ബന്ധത്തിലുള്ള യുദ്ധം.
അടുത്തതായി നാം ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പരസ്പരം സഹായിക്കുന്നതായ ഒരു കൂട്ടായ്മയുടെ ബന്ധത്തെ നമുക്ക് കാണുവാൻ കഴിയും. യോവാബ് അബീശായിയോടും അബീശായി യോവാബിനോടും പറയുകയാണ്, ഞാൻ ഒതുങ്ങിയാൽ നീ എന്നെ സഹായിക്കണം, നീ ഒതുങ്ങിയാൽ ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞ് പരസ്പര സഹായം ഒരു യുദ്ധത്തിനകത്ത് ഇവർ സഹോദരങ്ങൾ ചെയ്യുന്നതിനെ കാണുവാൻ കഴിയും. വീണ്ടും അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ പരസ്പരം ധൈര്യപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അവർ ധൈര്യപ്പെടുത്തുന്നവരാണ്. വീണ്ടും അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യുദ്ധത്തിൽ ജയിക്കുവാൻ പുരുഷത്വം ഉണ്ടാകണം എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. തങ്ങളുടെ ദൈവത്തിനും പട്ടണത്തിനും വേണ്ടി പുരുഷത്വം കാണിക്കുവാൻ അവിടെ പറയുകയാണ്. ഇനിയും അടുത്തതായി അതേ 12-ാം വാക്യത്തിൽ യുദ്ധത്തിനായി ഒരുങ്ങുന്ന ഈ സഹോദരന്മാർ ഒടുവിലായി ദൈവസന്നിധിയിൽ ഒരു സമർപ്പണം പറയുന്നുണ്ട്. നമുക്ക് യുദ്ധം ചെയ്യാം, നമുക്ക് ധൈര്യപ്പെട്ടിരിക്കാം, നമുക്ക് പുരുഷത്വം കാണിക്കാം, നമുക്ക് പരസ്പരം സഹായിക്കാം. എന്നാൽ ഇതിനെക്കാട്ടിലെല്ലാറ്റിലും ഉപരിയായി ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ നിറവേറുവാൻ തക്കവണ്ണം ദൈവ ഇഷ്ടത്തിന് നമുക്ക് സമർപ്പിക്കുന്നവരായിരിക്കാം. ഇങ്ങനെ ഇവർ പറഞ്ഞു. യുദ്ധം ജയിച്ചു. അവർ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. എന്നാൽ അതിൻ്റെ 15-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ യുദ്ധം കൊണ്ട് യുദ്ധം അവസാനിക്കുകയല്ല. പകരം തോറ്റവർ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് 15-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തോറ്റവരുടെ ഒരു കൂട്ടുകെട്ട് രൂപീകരിക്കപ്പെടുകയാണ്. എന്നാൽ 17-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ തോറ്റവരുടെ കൂട്ടുകെട്ടുകളെ തിരിച്ചറിയുന്ന ഇസ്രായേൽ ഒരു കൂട്ടായ്മയെ അവിടെ ഒരുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 2 യുദ്ധങ്ങൾ നടക്കുകയാണ്. രണ്ട് യുദ്ധസൈന്യങ്ങൾ രൂപീകരിക്കപ്പെടുകയാണ്. പരാജയപ്പെട്ടവൻ്റെ കൂട്ടുകെട്ടും അഭിഷക്തന്മാരുടെ കൂട്ടായ്മയോ. ഇന്ന് ലോകത്തിൽ ഉടലെടുക്കുന്ന രണ്ട് കൂട്ടുകൾ ആണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പരാജയപ്പെട്ട പൈശാചിക കൂട്ടുകെട്ടുകളോ ജയം കൊണ്ട അഭിഷക്തന്മാരുടെ കൂട്ടായ്മയും അവിടെ രൂപപ്പെടുകയാണ്. ഇനിയും അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവ ജനത്തിനെതിരായി പരാജയപ്പെട്ടവരുടെ കൂട്ടുകെട്ട് പൊങ്ങി വന്ന് ആ സാഹചര്യത്തിൽ കൊട്ടാരത്തിൽ നിന്ന് ദാവീദ് ഇറങ്ങി വന്ന് യുദ്ധം ചെയ്ത് അവരെ തകർത്ത് കളയുന്നതോ. അതിനനന്തരമായി തോറ്റവർ ദാവീദിനെയും ഇസ്രായേലിനെയും സേവിക്കുകയും ചെയ്യുകയാണ്. തോറ്റവർ കൂട്ടുകെട്ടുണ്ടാക്കുകയല്ല, തോറ്റവർ ദാവീദിനെ ഇസ്രായേലിനെ സേവിക്കുന്ന 2ാമത്തെ ഘട്ടത്തിലേക്ക് കടന്നു വരികയാണ്. ഇങ്ങനെ നമുക്ക് 2 ഘട്ടമായിട്ട് ഇന്ന് രാവിലെയും വൈകിട്ടുമായി ഈ ഭാഗങ്ങളിൽ കൂടെ ധ്യാനിക്കാം. എന്നാൽ അതിലെ 1ാമത്തെ വാക്യത്തിലേക്ക്, അതിലെ 1ാമത്തെ ഭാഗത്തിലേക്ക് നിങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 9ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. തൻ്റെ മുമ്പിലും പിമ്പിലും പട നിരന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ യോവാബ്. ഇവിടെ നമുക്ക് യോവാബിനെ കാണുവാൻ കഴിയുമ്പോൾ യോവാബ് ദാവീദിൻ്റെ സേനാനായകനായി, തൻ്റെ സഹോദരപുത്രനായി, തൻ്റെ ഒരു അർദ്ധ സഹോദരനായിരിക്കുന്ന ഈ യോവാബിങ്കിലേക്ക് കടന്നു വരുമ്പോൾ യോവാബിൻ്റെ ദർശനത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയും. യോവാബ് പറയുകയാണ്, ഇതാ തനിക്കെതിരായി ഒരു പട നിരന്നിരിക്കുന്നു. ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതത്തിൽ, ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ദൈവ പൈതൽ അവനെതിരായുള്ള യുദ്ധങ്ങളെ കുറിച്ച് തിരിച്ചറിവുള്ളവനായിരിക്കണം. ക്രിസ്തീയ ജീവിതത്തിനകത്തൊരു പോരാട്ടമുണ്ട് എന്നുള്ളത് ഒരു ദൈവ പൈതൽ തിരിച്ചറിയണം. ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥനാ തലത്തെക്കുറിച്ച് അവനൊരു നല്ല വെളിപ്പാടുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് തൻ്റെ സഭയോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥനയിൽ എന്നോട് കൂടെ പോരാടണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നുവെന്ന് പറയുകയാണ്. ആകയാൽ ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കും, അവൻ്റെ പ്രാർത്ഥനാ സ്ഥലം അതൊരു പോർമണ്ഡലമായിരിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുകയാണ്, ക്രിസ്തീയ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്കെതിരായി യുദ്ധങ്ങൾ, പോരുകൾ കടന്നു വരും. പക്ഷേ ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. പകരം ഞങ്ങൾ ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കിയാൽ കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണമുള്ള ശക്തിയുള്ള ആയുധങ്ങളോടുകൂടെ ഞങ്ങൾ എഴുന്നേൽക്കാം. അവയാൽ ഞങ്ങൾ ദൈവത്തിന് വിരോധമായി ഉയരുന്ന സകല വിചാരങ്ങളെയും സങ്കല്പങ്ങളെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഞങ്ങൾ പിടിച്ചടക്കാം. ഇവിടെ പ്രാർത്ഥനാ സ്ഥലത്തൊരു പോരാട്ടത്തെ താൻ കാണുകയാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് കാൽവറിയിലേക്ക് കടന്നു പോകുമ്പോൾ അന്ത്യത്താഴം കഴിഞ്ഞ് ശിഷ്യഗണത്തെ അരികെ വിളിച്ചിട്ട് പറഞ്ഞു, വാളുള്ളവൻ അത് കരുതിക്കൊള്ളണമെന്ന് പറഞ്ഞു. ഗത്സമന തോട്ടത്തിലാണ് യേശു തിരിച്ചറിഞ്ഞത്, പ്രാർത്ഥനയിലെ പോരാട്ടത്തിൻ്റെ വചനത്തിൻ്റെ വാളിനെയല്ല അവർ കണ്ടത്, പകരം അവർ മറ്റൊരു അക്ഷരീക വാളിനെയാണ്. എന്നാൽ അക്ഷരീക വാളുകൊണ്ട് സംഭവിച്ച മുറിവുകളെ അവിടെ ഉണക്കി, ആ മുറിവുകളെ
വെച്ചുകെട്ടി യേശു പത്രോസിന്റെ അടുക്കൽ ആവർത്തിച്ചു പറഞ്ഞു, ഈ വാളുകൊണ്ടല്ല നമുക്ക് പോരാട്ടമുള്ളത്, ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരത്തോടോ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടോ, സ്വർലോകത്തിന്റെ ദുരാത്മ സേനകളോടും അത്രേ. ആകയാൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അവനൊരു യുദ്ധമുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ വ്യക്തമായി പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി നൽകപ്പെട്ടിരിക്കുന്നു. നിത്യതയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം നമുക്ക് നൽകുന്നതൊന്ന് കിരീടമാണ്. നിത്യതയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന മറ്റൊന്ന് സിംഹാസനമാണ്. നിത്യതയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം എന്നെ നിങ്ങളെയോ പ്രഭുക്കന്മാരാക്കി വെക്കോ. നിത്യതയിലേക്ക് കടന്നു ചെല്ലുവാൻ വിളിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ മേൽ നൽകപ്പെട്ട അഭിഷേക രാജകീയ പൗരോഹിത്യ അഭിഷേകമാണ്. ആകയാൽ ഒരു രാജാവ് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ, ഒരു രാജാവ് അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ അവൻ്റെ മേൽ ഒരു യുദ്ധത്തിന്റെ അഭിഷേകം ഉണ്ടാകുക, അവൻ്റെ മേൽ ഒരു വീര്യത്തിന്റെ അഭിഷേകം ഉണ്ടാകുക. ഒരു ദൈവ പൈതൽ യുദ്ധങ്ങളിലാണ് രൂപീകരിക്കപ്പെടുന്നത്. ശൗലിനെ ശമൂവേൽ അഭിഷേകം ചെയ്തു. ശൗലിനെ ശമൂവേൽ അഭിഷേകം ചെയ്തതിന് ശേഷം പറഞ്ഞയക്കുമ്പോൾ ഒന്നാമത് പറഞ്ഞു, നീ സൽസഹേലിൽ റാഹേലിന്റെ കല്ലറയ്ക്കൽ എത്തുമ്പോൾ നിന്റെ നഷ്ടങ്ങൾ നികന്നു എന്ന് പറയപ്പെടോ. അവിടെ നിന്ന് കുറെ മുമ്പോട്ട് പോകുമ്പോൾ താബോരിന്റെ കരുവേലകത്തിങ്കൽ വെച്ച് നിനക്ക് അപ്പത്തെ നൽകി കുശലത്തെ ചോദിക്കോ. അവിടെയും നിനക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കത്തില്ല. എന്നാൽ നീ മുമ്പോട്ട് പോകുമ്പോൾ നീ ഫെലിസ്ത്യരുടെ പട്ടാളമുള്ള ദൈവഗിരിയിലെത്തോ. അവിടെ നീ പ്രവചിക്കോ. അവിടെ നീ ആൾ മാറിയതുപോലെയാകാം. അവിടെ പറയുകയാണ്, ഫെലിസ്ത്യരുടെ പട്ടാളം ഉള്ള ദൈവത്തിന്റെ ഗിരി. ഇന്ന് പകൽ ഒരു ദൈവ പൈതൽ അറിയണം, ഒരു അഭിഷക്തൻ ദൈവഗിരിയിൽ എത്തുമ്പോൾ അവൻ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. അറ്റ് ദ മൗണ്ട് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പർവ്വതത്തിൽ, ദൈവത്തിന്റെ ഗിരിക്കകത്ത് ഒരു ഫെലിസ്ത്യരുടെ പട്ടാളം മറഞ്ഞിരിപ്പുണ്ട്. ഒരു അഭിഷക്തന്റെ മേലുള്ള അഭിഷേക സ്തോത്ര, അത് യുദ്ധങ്ങൾക്കുള്ള അഭിഷേകമാണ്. എന്നാൽ അവിടെ നിന്ന് ശൗൽ മുൻപോട്ട് പോകുമ്പോഴോ ശൗലിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. തൈലത്തിന്റെ അഭിഷേകം തൻ്റെ മേൽ വീണുവെങ്കിലോ, താൻ പ്രവാചകനായെങ്കിലോ തൻ്റെ മേൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. താൻ പഴയതുപോലെ അപ്പൻ്റെ കഴുതകളെയും നോക്കി അപ്പൻ്റെ വയൽ പ്രദേശത്ത് വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പിന്നെയും കാളകളെ പൂട്ടി ഒഴിവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നാളിൽ നാഹാസ് എന്ന ദുഷ്ടൻ യാബേശ്യർക്ക് നേരെ ചെയ്ത പോർവിളി കേട്ടിട്ട് ജനത്തിന്റെ കരച്ചിൽ കേട്ടോ. ജനത്തിന്റെ കരച്ചിൽ കേട്ട് ശൗൽ കണ്ടത്തിൽ നിന്ന്, വയലിൽ നിന്ന് കയറി വന്ന് ചോദിച്ചോ, എന്താണ് ഈ കരച്ചിലിന്റെ ശബ്ദം? താൻ പറഞ്ഞു, നാഹാസ് പറയുകയാണ്, യാബേശ്യരുടെ കണ്ണുകൾ പിഴുതെടുത്ത് കൊടുക്കണം, ചൂഴ്ന്നെടുത്ത് കൊടുക്കണമെന്ന്. ഇത് കേട്ടപാടെ ശൗലിന്റെ മേൽ ഒരു അഭിഷേകം ഇറങ്ങി, ശൗലിന്റെ മേൽ ഒരു ആത്മാവ് ഇറങ്ങി. ശമൂവേൽ കമഴ്ത്തിയ തൈലക്കൊമ്പിനപ്പുറമായി ദൈവത്തിങ്കിൽ നിന്നൊരു ആത്മാവ് ശൗലിങ്കിൽ വന്നു. ശൗൽ പെട്ടെന്ന് ഒരു കലപ്പയിൽ കെട്ടിയിരുന്ന 2 കാളകളെ പിടിച്ച് 12 കഷണമായി ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിലേക്ക് കൊടുത്തയച്ചിട്ട് പറഞ്ഞു, ഇസ്രായേൽ നിന്ദിക്കപ്പെടാതിരിപ്പാൻ, യാബേശിന്റെ ദർശനം നഷ്ടപ്പെടാതിരിപ്പാൻ വരുവീൻ, നമുക്ക് യുദ്ധം ചെയ്യാമെന്ന് വിളിച്ചു പറയുകയാണ്. ഒരു രാജാവിന്റെ അഭിഷേക, ദൈവത്തിന്റെ ആത്മാവ് അവനെ ഒരു യുദ്ധവീരനാക്കി തീർക്കുന്നതാണ്. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞാട്ടെ, ക്രിസ്തീയ ജീവിതത്തിൽ ഒരു യുദ്ധമുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം മുഴുവൻ പരീക്ഷയാണെന്ന് വ്യാകുലപ്പെടുകയല്ല. പകരം ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് യുദ്ധവീരന്മാർ ഇറങ്ങട്ടെ, ഇതിനകത്തുനിന്ന് യുദ്ധവീരന്മാർ ഇറങ്ങട്ടെ, ഇതിനകത്ത് യുദ്ധവീരന്മാർ ഇറങ്ങട്ടെ. എഫെസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, എഫെസ്യ ലേഖനം 6-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ അവിടെ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളണം. യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഒന്നാമത് എഫെസ്യർ 6:10 പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലോ നിങ്ങൾ ശക്തിപ്പെടണം, എംപവറിംഗ് നടക്കണം. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ഒരു ദൈവ പൈതലിന് സംഭവിക്കേണ്ട ഒന്നാമത്തെ വിഷയം എംപവറിംഗ് ആണ്. കഴിഞ്ഞ 19 ദിനരാത്രങ്ങളായി ഓരോ ദൈവ പൈതലും മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമ്പോൾ, അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പിന്നെയും 3 മണിക്ക് പിന്നെയും ഇവിടെ വന്നിരിക്കുമ്പോൾ ദൈവം നിങ്ങളിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുമ്പോൾ അകമേയുള്ള മനുഷ്യൻ ശക്തിപ്പെടുകയായിരുന്നു. ഇന്ന് പകൽക്കാല ഉപവസിച്ച് പ്രാർത്ഥിച്ച ദൈവമക്കൾ ആത്മാവിൽ ധൈര്യത്തോടുകൂടെ പറഞ്ഞാട്ട്, എൻ്റെ ദൈവം എന്നെ ഈ ഉപവാസങ്ങളിൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു.
കർത്താവിലും അവൻ്റെ അമിത ബലത്തിലോ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ. ഈ ദൈവത്തിൻ്റെ അഭിഷേകം ഒരു മനുഷ്യന്റെ മേൽ വരുമ്പോൾ അവനിൽ ഒരു ശക്തിയല്ല ലഭിക്കുന്നത്. വിശുദ്ധ പൗലോസ് പറയുകയാണ്, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല. ഈ അത്യന്ത ശക്തി ഇന്ന് പകൽക്കാലം വീണ്ടെടുക്കപ്പെട്ട ദൈവജനം തിരിച്ചറിഞ്ഞാട്ടെ, അഭിഷക്തന്മാർ തിരിച്ചറിഞ്ഞാട്ടെ, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് ഒരു ശക്തിയല്ല, അതൊരു അത്യന്ത ശക്തിയാണ്. ഇന്ന് പകൽ നിങ്ങളുടെ അഭിഷേകത്തെ തിരിച്ചറിഞ്ഞാട്ടെ, അത് ശക്തിയല്ല, അത് അത്യന്ത ശക്തിയാണ്. എന്നാൽ ഒരു യുദ്ധത്തിന് ശക്തി മാത്രം പോരാ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെട്ടിട്ട് അടുത്തതായി എന്ത് ചെയ്യണം? സർവായുധ വർഗം ധരിക്കണം. ഒരു ദൈവ പൈതലിന് ആത്മീയ ജീവിതത്തിൽ ദൈവം അവന് നൽകുന്ന എല്ലാം അവൻ്റെ ആയുധവർഗമാണ്. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം, അതിൽ ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഒരു ദൈവ പൈതലിന് രക്ഷാനിർണയം പ്രാപിക്കുമ്പോൾ രക്ഷ അതൊരു സന്തോഷമാണ്, രക്ഷ അതൊരു അനുഭവമാണ്. പക്ഷേ അതിനെക്കാട്ടിലൊക്കെ ഉപരി ഞാൻ പറയാ, രക്ഷ നിനക്കൊരു ആയുധവർഗമാണ്. ഇന്ന് പകൽ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, സങ്കീർത്തനത്തിൽ ഭക്തൻ പറഞ്ഞു, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അപ്പോൾ രക്ഷ ഒരു സന്തോഷമാണ്, രക്ഷ ഒരു അനുഭവമാണ്. എന്നാൽ രക്ഷ സന്തോഷവും അനുഭവവും എന്നതിനെക്കാട്ടിലുപരി എഫെസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, രക്ഷ എന്ന ശിരസ്ത്രം, രക്ഷ എന്ന ഹെൽമറ്റ് നീ എടുത്ത് വെച്ചുകൊള്ളുവാൻ പറയുകയാണ്. ആകയാൽ ഒരു ദൈവ പൈതൽ രക്ഷാനിർണയം പ്രാപിക്കുമ്പോൾ തുടങ്ങി ദൈവം അവനെ എന്ത് ചെയ്യുകയാണ്? അവനെ ആയുധങ്ങൾ ധരിപ്പിക്കുകയാണ്. ഇന്ന് പകൽ വിശ്വാസമുള്ള ദൈവ പൈതലെ, ദൈവത്തിന്റെ വചനം കരങ്ങളിലുള്ള ദൈവ പൈതലെ, വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലെ, വചനത്തെ അനുസരിക്കുന്ന ദൈവ പൈതലെ, കർത്താവിന് വേണ്ടി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ദൈവ പൈതലെ, ദൈവം നിന്നെ ആയുധവർഗം ധരിപ്പിക്കുകയാണ്. നീ ഒരു നിരായുധനല്ല, നീ ഒരു നിരാലംബനല്ല, നീ ആയുധവർഗം ധരിച്ചവനാണ്. ദൈവം അവിടെ ആയുധവർഗം ധരിപ്പിക്കുകയാണ്. കാരണം ക്രിസ്തീയ ജീവിതം ഒരു യുദ്ധമാണ്, ക്രിസ്തീയ ജീവിതം ഒരു യുദ്ധക്കളം തന്നെയാണ്. പലപ്പോഴും നമ്മൾ പറയും വിശ്വാസത്താൽ മലകളെ നീക്കുവാൻ കഴിയുക, വിശ്വാസത്തോടെ പ്രാർത്ഥന സൗഖ്യങ്ങളെ കൊണ്ടുവരും, എല്ലാം ശരിയാണ്. പക്ഷേ യൂദാ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി നൽകപ്പെട്ട വിശ്വാസം അത് നിങ്ങളിൽ ക്രിയ ചെയ്യണമെങ്കിൽ, അത് നിങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യണമെങ്കിൽ, അത് നിങ്ങളിൽ വൻകാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, ആ വിശ്വാസം നിങ്ങളിൽ സംരക്ഷിക്കപ്പെടണമെങ്കിൽ, ആ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പോരാടണം. അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥനാ ദിനങ്ങളിൽ, ഈ ഉപവാസ പോരാടി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് വേണ്ടി ദൈവം ഈ നാളുകളിൽ വിശ്വാസത്തിന്റെ മഹത്വങ്ങളെ, വിശ്വാസത്തിന്റെ അത്ഭുതങ്ങളെ, വിശ്വാസത്തിന്റെ വീര്യ പ്രവർത്തികളെ പോരാടി പ്രാർത്ഥിക്കുന്നവന് വിശ്വാസത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വരാം. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, പോരാടി പ്രാർത്ഥിക്കുന്നവന് വിശ്വാസത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വരാം. പ്രാർത്ഥനയിൽ പോരാടുവേൻ, കാരണം നിങ്ങൾ യുദ്ധങ്ങൾക്കായി വിളിക്കപ്പെട്ടവരാണ്. ആമേൻ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, അവൻ യുദ്ധത്തിനായി എൻ്റെ കൈകളെയോ പോരിന് എൻ്റെ വിരലുകളെയോ അഭ്യസിപ്പിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ദൈവം ചിലർക്കൊക്കെ വിടുതൽ നൽകി കാണാം. പക്ഷേ ഇതിനകത്ത് അനേകർക്കും ദൈവം വിടുതലല്ല ഈ ഉപവാസ പ്രാർത്ഥനകളിൽ നൽകുവാൻ പോകുന്നത്. പകരം പിശാചിന്റെ കോട്ടകളെ ഇടിച്ച് തകർക്കുവാൻ, അന്ധകാരത്തിന്റെ നുകങ്ങളെ തകർത്തു മറിക്കുവാൻ ഒരു അഭിഷേകത്തിന്റെ അധികാര, അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ആയുധങ്ങൾ, അതാണ് ഇതിനകത്ത് നൽകുന്നത്. ഇതിനകത്ത് ദൈവത്തിന്റെ ശക്തി നിന്നെ തൊടുന്നു, ദൈവത്തിന്റെ മഹത്വം നിന്നിൽ വ്യാപരിക്കുന്നു. For the warfare. അത്തുലം പ്രവശം ബാലികം തൂലം ധരം പരപ്രഭാനി ഇടല പ്രവര ഘടക തിരശവപ്രവാനി അസ്മേ രഗത ഘരഘട പ്രവാശ ലൂ ധനാദികട പ്രവാശി മാരധൂല സഗതം പരാതി വൈഡപ്രവ സഗത്തരാതി അത്തുല പ്രവന ഘടകാതി ഐദ രഗനെ രഗതെ റൂമ സൈഡര ധിരാതരം റീബൽ ധനസ്യ പ്രവാശ്യ റൂഗൽ ഘനാദിയ. ദൈവമേ, ഈ ജനത്തെ ശക്തീകരിക്കണമേ, ഈ ജനത്തെ ആയുധം ധരിപ്പിക്കണമേ. വില്ലാളികൾ എഴുന്നേൽക്കട്ടെ, വാളുകൊണ്ട് യുദ്ധം ചെയ്യുന്നവർ എഴുന്നേൽക്കട്ടെ, അഭിഷേകത്തിന്റെ ശക്തിയിൽ എഴുന്നേൽക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ.
Ria Kabasa Tulana Hatibana Saba Pravania Rima Shaudala Hatura Garadia Rebanasia Pro Manasagam Tira the Rakshagal Kanati. Holy Spirit, Holy Spirit, Holy Spirit. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിലായിരുന്നപ്പോൾ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട മിശിഹ തൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് തന്നെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ചു. അതിനനന്തരം ഏഷ്യ മൈനറിലെ 7 സഭകൾക്കുള്ള ദൂത് നൽകി. അതിനനന്തരം സ്വർഗത്തിലേക്ക് തന്നെ കൊണ്ടുപോയി സ്വർഗീയ മഹത്വം കാണിച്ചു. ആ മഹത്വത്തിനനന്തരമായി 7 മുദ്രകളും 7 കാഹളങ്ങളും പടപട പൊട്ടി ഊതുന്നതിനെ കാണിച്ചു. 7 കലശങ്ങൾ ഭൂമിമേൽ ഒഴിക്കപ്പെടുന്നതിനെ കണ്ടു. ഇങ്ങനെ 21 വിധമായ ദൈവപ്രവർത്തികൾ അവിടെ നടക്കുമ്പോൾ യോഹന്നാൻ അതിനകത്ത് കണ്ടതായിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്തായിരുന്നു അത് കണ്ടതെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം സ്വർഗത്തിൽ വലിയൊരു യുദ്ധമുണ്ടായി എന്ന് പറയുകയാണ്. വീണ്ടും വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം മൃഗവും അതിൻ്റെ പ്രതിമയും ചേർന്ന് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുന്നുവെന്ന് പറയുകയാണ്. വീണ്ടും വെളിപ്പാട് 17 അവിടെ കുഞ്ഞാട് മഹദിയാം ബാബിലോൺ വേശ്യമാരുടെ മാതാവ് സർവ്വ ദുർഭക്ഷികളുടെയും ദുർഭൂതങ്ങളുടെയും ഇടത്താവളത്തിന് നേരെ കുഞ്ഞാട് തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി യുദ്ധം ചെയ്യുമെന്ന് പറയുകയാണ്. വീണ്ടും വെളിപ്പാട് പുസ്തകം സഞ്ചരിക്കുമ്പോൾ യൂഫ്രട്ടീസ് നദി വറ്റി കിഴക്കിൻ്റെ രാജാക്കന്മാർ കടന്നു വരുമ്പോൾ ഒലിവുമലയുടെ മുകൾ തട്ടിൽ നെടുകെ പിളർന്നു പോകുമാർ ഇറങ്ങി വരുന്ന മിശിഹായുടെ ഹർമഗദോൻ യുദ്ധത്തെ കുറിച്ച് പറയുകയാണ്. വീണ്ടും വെളിപ്പാട് പുസ്തകം 19 കടന്നു വരുമ്പോൾ മൂക്കിലെ ശ്വാസത്താൽ ശത്രുവിനെ ഒതുക്കിക്കളയുന്ന ഗോഗ് മാഗോഗ് എന്നുള്ള അസംഖ്യം ജനതകളുടെ നേരെയുള്ള യുദ്ധത്തെ കുറിച്ച് പറയുകയാണ്. നോക്കൂ, വരുവാനുള്ള കാലഘട്ടത്തെ കുറിച്ച് വെളിപ്പാട് പ്രാപിക്കുന്ന യോഹന്നാൻ മുഴുവൻ ക്രൈസ്തവന്റെ യുദ്ധങ്ങളെയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ വെളിപ്പാടുള്ളവന് ക്രിസ്തീയതയിൽ ഒരു യുദ്ധത്തിന്റെ ദർശനമുണ്ടാകാം. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, വെളിപ്പാടുള്ളവന് യുദ്ധത്തിന്റെ ദർശനമുണ്ടാകാം. വെളിപ്പാടുള്ളവനൊരു പോരാട്ടത്തിന്റെ ദർശനമുണ്ടാകുക. ദൈവത്തിന്റെ സഭ ഒരു സൈന്യമായി എഴുന്നേൽക്കട്ടെ. ദൈവത്തിന്റെ സഭ ഒരു സൈന്യമായി എഴുന്നേൽക്കട്ടെ. ദൈവത്തിന്റെ സഭ ഒരു സൈന്യമായി എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സഭയ്ക്ക് നിഴലായി ഉത്തമഗീതം പറയുമ്പോൾ അവിടെ പറയുകയാണ്, നീ പ്രാവാണ്, നീ നിഷ്കളങ്കയാണ്. പക്ഷേ മരുഭൂമിയിൽ നിന്ന് പുകത്തൂൺ പോലെ കയറി വരുന്നവൻ അവൻ്റെ കാന്തയെ നോക്കിയിട്ട് പറയുകയാണ്, നിന്നെ ഫറവോൻ്റെ രഥത്തിന് കെട്ടിയ കുതിരയെപ്പോലെ എനിക്ക് തോന്നുന്നു. നിന്റെ കഴുത്തുകൾ ദാവീദിൻ്റെ പരിചകൾ തൂക്കിയ ഗോപുരം പോലെ തോന്നുന്നു. ആകയാൽ കാന്തൻ തൻ്റെ കാന്തയെ നോക്കുമ്പോൾ ഒരു പരാജിതയായിട്ടല്ല, ഒരു നുറുങ്ങിയവളായിട്ടല്ല, പകരം പറയുകയാണ്, ഫറവോൻ്റെ രഥങ്ങൾക്ക് കൊട്ടിയ ചിനപ്പുകൾ കെട്ടിയ ശക്തിയുള്ള കുതിരയാൽ പോരിന്റെ ബലവാൻ ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ കാന്ത. അത് രഥത്തിന് കെട്ടിയ കുതിരയാണ്, രഥത്തിന് കെട്ടിയ കുതിരയാണ്. നിന്റെ രഥം ദൈവത്തിന്റെ സഭയാണ്. നിന്റെ രഥത്തിനകത്ത് കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ഓ ജയവീരനായ ക്രിസ്തു, ഓ ഹോളി സ്പിരിറ്റ് യുദ്ധത്തിന് ഇറങ്ങി വരുമ്പോൾ നീതിനകത്തുനിന്ന് എത്ര പേർ കുതിരകളെ പോലെ രഥത്തെ പൂട്ടുവാൻ, രഥത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ, യുദ്ധത്തിന്റെ മുന്നണിയിൽ നിൽക്കുവാൻ ഇന്ന് പകൽ അഭിഷേകം തൊടട്ടെ. Holy Spirit, Holy Spirit, Holy Spirit. Rokomana sheita bela kotori. Ruseve tele sheita. Jesus. Thank you, Jesus. ആകയാൽ ദൈവസഭയ്ക്കൊരു വെളിപ്പാടുണ്ടാകണം. അത് യുദ്ധത്തിന്റെ വെളിപ്പാടാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിന്റെ ദുരാത്മ സേനകളോടും അത്രേ. കർത്താവായ യേശു കാൽവറിയിൽ എന്താ ചെയ്തേ? കർത്താവായ യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി എലോഹി എലോഹി രമ്മ ശബക്താനി എന്ന് വിളിച്ച് നിലവിളിച്ച് പ്രാണനെ വിട്ടു. എൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിച്ചോ, എനിക്ക് വേണ്ടി ക്രൂശിൽ രക്തം ചൊരിഞ്ഞോ. അതൊക്കെ ഒരു ഭാഗം മാത്രമാണ്.
കുറവാ. പക്ഷേ കാൽവറിയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് അപ്പോസ്തലൻ കാൽവറിയിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ വാഴ്ചകളെ അധികാരങ്ങളെ അവിടെ കീഴടക്കി അവയെ ക്രൂശിച്ചോ, അവയുടെ ആയുധവർഗം കാൽവറിയിൽ വയ്പ്പിച്ചോ. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയാ, എൻ്റെ യേശുവിൻ്റെ ക്രൂശ് ഉലകം കണ്ടതിലെ ഏറ്റവും വലിയ യുദ്ധക്കളമായിരുന്നു. എൻ്റെ യേശുവിൻ്റെ കാൽവരി പൈശാചിക മണ്ഡലങ്ങളെ അടിയറവ് പറയിപ്പിക്കുന്ന യുദ്ധക്കളമായിരുന്നു. കാൽവറി ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നു. കാൽവറി ഇതിനകത്ത് പുനരാവർത്തനം ചെയ്യുന്നു. കാൽവറി ഇതിനകത്ത് പുനരാവർത്തനം ചെയ്യുന്നു. വാഴ്ചകളെ അധികാരങ്ങളെ ക്രൂശിന്മേൽ വയ്പ്പിച്ചു. ആയുധവർഗം വയ്പ്പിച്ചു. അവൻ ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി. Jesus. Holy Spirit, Holy Spirit, Holy Spirit, repetition of the Calvary, repetition of the crucifixion, repetition of the crucifixion. Oh, Holy Spirit. Jesus, Jesus, Jesus. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. പരിശുദ്ധാത്മാവൻ, പരിശുദ്ധാത്മാവൻ, ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം, ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ഇവിടെ ഇസ്രായേലിന്റെ യുദ്ധത്തിലേക്ക് നമുക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് കാൽവറിയുടെ പുനരാവർത്തനം ഇതിനകത്ത് സംഭവിക്കും. വാഴ്ചകളും അധികാരങ്ങളും ഒതുങ്ങും. ഇത് ജയോത്സവത്തിൻ്റെ നാളെ കർത്തൃമേശയും കഴിഞ്ഞ് ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഉപവാസം കഴിഞ്ഞ് പോവുകയാണെന്ന് പറയത്തില്ല. ജയോത്സവത്തിൻ്റെ നാളുകളെന്നേ പറയത്തില്ല. സ്തോത്രം. നമുക്ക് ആരംഭത്തിലേക്ക് വരാം. അവിടെ യോവാബ് നോക്കുമ്പോൾ മുന്നിലും പിന്നിലും പട നിരന്നിരിക്കുന്നു. മുന്നിലും പിന്നിലും പട നിരന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ രണ്ട് സൈന്യങ്ങളെ, ഒരു ദൈവ പൈതലിനെതിരായി, ഇസ്രായേലിനെതിരായി രണ്ട് യുദ്ധങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് മുമ്പിൽ നിന്നുള്ള സൈന്യം, രണ്ട് പിമ്പിൽ നിന്നുള്ള സൈന്യം. ആരാകുന്നു ഈ മുമ്പിൽ നിന്നുള്ള സൈന്യം? ആരാകുന്നു പിമ്പിൽ നിന്നുള്ള സൈന്യം? വേഗത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. മുമ്പിൽ നിന്നുള്ള സൈന്യത്തെ രണ്ടാമതെടുക്കാം. ആദ്യം പിമ്പിൽ നിന്നുള്ള സൈന്യത്തിലേക്ക് നമുക്ക് വരാം. ഞാൻ ഓർപ്പിക്കട്ടെ സഹോദരങ്ങളെ, ഞാൻ ഈ വിഷയത്തെ ഒന്ന് പ്രസംഗിച്ച് നിങ്ങളുടെ അടുക്കൽ അവതരിപ്പിക്കുവാനല്ല ആഗ്രഹിക്കുന്നത്. ഇതിലെ ഓരോ വിഷയങ്ങളെയും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഓരോ വിഷയങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഈ പ്രാർത്ഥനകളിൽ കൂടെ, ഇത് ഉപവാസ പ്രാർത്ഥനകളാണ്. ആകയാൽ ഇന്ന് ഈ ഓരോ വിഷയത്തെ നമ്മൾ പ്രാർത്ഥിച്ച് ഇതിന്മേൽ നമ്മൾ വ്യക്തമായ ജയം കണ്ടിട്ടേ മുമ്പോട്ട് പോകത്തുള്ളൂ. ഞാൻ ഇനിയും പറയുന്നത് പ്രസംഗത്തിൻ്റെ പോയിന്റുകളല്ല, ഞാൻ പറയുന്നത് പ്രാർത്ഥനയുടെ പോയിന്റുകളാണ്. ഒന്നാമതായി നാം ശ്രദ്ധിക്കുമ്പോൾ പിന്നണിയിൽ നിന്ന്, പിമ്പിൽ നിന്ന് ആക്രമിക്കുക. ഈ പിമ്പിൽ നിന്ന് ആക്രമിക്കുക എന്ന് നാം പറയുമ്പോൾ ഒന്നാമതായി പിമ്പിൽ നിന്ന്
ആക്രമിക്കുന്ന ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത്, തിരുവെഴുത്തിനകത്ത് ആദ്യം ഓടി വരുന്നത് പിന്നിൽ നിന്നുള്ള സൈന്യം. ഇതെവിടെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്? ചെങ്കടലിൻ്റെ തീരത്ത് മിസ്രൈം കടന്നു വരുന്നതാണ് കാണുവാൻ കഴിയുന്നത്. അതിനകത്തുനിന്ന് ഒരൊറ്റ പോയിന്റ് പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. ഇസ്രായേൽ മിസ്രൈമിലെ 400 സംവത്സരത്തെ പ്രവാസത്തിനും അടിമത്വത്തിനും ശേഷം അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിൻ്റെ തീരത്ത് എത്തുമ്പോൾ ഇവരെ വിട്ടുകളഞ്ഞ ഫറവോൻ ഇപ്പോൾ ഇവരെ പിന്തുടരുകയാണ്. എന്തുകൊണ്ടാണ് ഫറവോൻ ഇവരെ പിന്തുടരുന്നത്? എന്താണ് ഫറവോൻ ഇവരെ ചേസ് ചെയ്യാൻ തന്നെ തോന്നിപ്പിച്ച വിഷയം? പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഭാഗത്തെ കാണുവാൻ കഴിയും. തുടർന്നുള്ള വാക്യങ്ങളൊന്ന് വായിച്ച് സഹായിക്കണം കേട്ടോ. 14-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒന്ന് വായിക്കാമോ? ജനം ഓടിപ്പോയി എന്ന് മിസ്രയീം രാജാവിന് അറിവ് കിട്ടിയപ്പോൾ, ജനം ഓടിപ്പോയി എന്ന് മിസ്രയീം രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ജനത്തെ സംബന്ധിച്ച് ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മനസ്സ് മാറി. ജനത്തെ സംബന്ധിച്ച് ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മനസ്സ് മാറി. ഇസ്രായേലിയരെ നമ്മുടെ അടിമവേലയിൽ നിന്ന് വിട്ടയച്ചു കളഞ്ഞുവല്ലോ. ഇസ്രായേലിയരെ നമ്മുടെ അടിമവേലയിൽ നിന്ന് വിട്ടയച്ചു കളഞ്ഞുവല്ലോ. അടിമ വേലയിൽ നിന്ന് വിട്ടയച്ചു കളഞ്ഞുവല്ലോ. നാം ഈ ചെയ്തത് എന്ത് എന്ന് പറഞ്ഞു. അപ്പോൾ മിസ്രൈമിലെ ഫറവോനും സൈന്യവും മുഴുവൻ സകല പട്ടാളത്തെയും കൂട്ടിയിട്ട് ഈ ഇസ്രായേലിനെ പിന്തുടരുകയാണ്. എന്താണ് കാരണമെന്നറിയാമോ? ഈ ഇസ്രായേലിയൻ മിസ്രൈമിൽ താമസിച്ചു കഴിഞ്ഞാൽ അവൻ രാവിലെ എഴുന്നേറ്റ് അവൻ ഇഷ്ടികക്കളത്തിൽ പോകും. അവൻ ചെളി മുഴുവൻ ചവിട്ടി കുഴയ്ക്കും. അവനത് മുഴുവൻ കുഴച്ചിരിക്കുമ്പോൾ വേറെ ഒരു കൂട്ടരെ രാത്രിയിൽ അത് കത്തിക്കാനുള്ള വൈക്കോലെടുത്തുകൊണ്ട് വരിക. എന്നിട്ട് സന്ധ്യയാകുമ്പോഴത്തേക്ക് ഈ ചെളി മുഴുവൻ കൊണ്ടുവന്ന് ഇഷ്ടിക ചൂളയ്ക്കകത്ത് തറത്ത് വെച്ചിട്ട് രാത്രി മുഴുവൻ അതിനകത്ത് തീയിടും. പിറ്റേന്ന് രാവിലെ വീണ്ടും ചെളിക്കളത്തിൽ പോകുക. ആകെ കൂലി എന്താണ്? കുറച്ച് ചിറ്റുള്ളിയും ചുവന്നുള്ളിയും ഇറച്ചിയും കൊടുത്താൽ മതി. എൻ്റെ സഹോദരങ്ങളെ, ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് അവർ 2 സംഭാര നഗരങ്ങളെ, പീതോം, റമസേസ് എന്ന 2 സംഭാര നഗരങ്ങളെ, വലിയ സിറ്റികളെ ഇവരെന്ത് ചെയ്തുവെന്നറിയാമോ? ഈ ഇസ്രായേൽ മക്കളെ കൊണ്ട് പണിയിച്ചോ. ആമേൻ. ആകയാൽ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ ബംഗാളികളെ കൊണ്ടുവന്ന് പണി ചെയ്യിപ്പിക്കുന്നത് പോലെ അവർക്ക് നല്ല സാലറി കൊടുത്താലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കൂലിയുമില്ലാതെ അടിമകളെ കൊണ്ടുവന്ന് പണിയിക്കുക. പക്ഷേ ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോയപ്പോൾ ഫറവോന്റെ തൊഴിൽ മന്ത്രി വന്നിട്ട് പറഞ്ഞു, നാളെ മുതൽ ഇവിടെ തൊഴിൽ ക്ഷാമം ഉണ്ടാകും. നമ്മുടെ ഫാക്ടറികൾ വർക്ക് ചെയ്യാതാകോ, നമ്മുടെ യാർഡുകളിൽ മൂവ്മെന്റ് നടക്കാതാകോ, നമ്മുടെ ഹെവി ലോറീസ് ഒന്നും ഓടിക്കാൻ ഡ്രൈവറെ കിട്ടാതാകോ, നമ്മുടെ സ്ട്രീറ്റുകളൊന്നും തൂത്തുവാരാൻ ആളിനെ കിട്ടാതാകോ. ആകയാൽ നമ്മുടെ അടിമപ്പണി ചെയ്യിക്കാൻ ഇനിയും ആരും ഇല്ല എന്ന് പറഞ്ഞു. ഇത്ര കാലവും ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ഇവൻ സ്വതന്ത്രനായി പോയപ്പോഴേക്കോ ഇവന് പിടിച്ചില്ല. ഇവൻ പുറകെ പോവുകയാണ്. എന്തിനു വേണ്ടി? പിന്നെയും അടിമയാക്കുവാൻ തക്കവണ്ണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നെ ചൂഷണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ, അവർ നിന്നെ പുറകെ കൊണ്ടുപോയി പിന്നെ നിന്റെ പുറകിൽ നിന്ന് ആക്രമിക്കാം. ഇന്ന് പകൽ ഒരു സത്യം അറിയണം. ആമേൻ. നീ നന്നായാൽ അവന് പ്രയോജനമില്ല. പകരം നീ നന്നാവാതെ കിടന്നാൽ അവന് അടിമപ്പണി ചെയ്യുക. ആകയാൽ ചൂഷണം ചെയ്യുക. എന്താണ്? ഉപയോഗിക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കൽ ഞാൻ പറയട്ടെ, ഒരു മനുഷ്യൻ്റെയും കരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കപ്പെടരുത്. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കപ്പെടണം. ഒരു മനുഷ്യൻ്റെയും കരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കപ്പെടരുത്. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കപ്പെടണം. ഞാൻ ദിനവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഒരു ഭാഗമാണ്. ഒരു കാലഘട്ടം മുഴുവനും മനുഷ്യരുടെയും സംഘടനയുടെയും കീഴിൽ ഉപയോഗിക്കപ്പെട്ട ആയുസ് പാഴായി പോകുന്നുവെന്ന് തിരിച്ചറിഞ്ഞ നാൾ തുടങ്ങി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവേ, ഒരു മനുഷ്യൻ്റെ ദാസനായിട്ടല്ല, പിന്നെയോ എൻ്റെ കർത്താവിൻ്റെ ദാസനായി നിൽപ്പാൻ എനിക്ക് കൃപ നൽകണമേ. അതുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിന്റെ അടുക്കൽ പറഞ്ഞത്, മകനെ, നീ ദൈവത്തിന് കൊള്ളാകുന്നവനായി ദൈവത്തിന്റെ ദാസനായി നിൽക്കുവാൻ നോക്കുക. സംഘടനയ്ക്ക് ഉപയോഗമുണ്ടോ എന്നുള്ളതല്ല, ആർക്കെങ്കിലും വ്യക്തികൾക്ക് ഉപയോഗമുണ്ടോ എന്നുള്ളതല്ല, ദൈവത്തിന്, ദൈവരാജ്യത്തിന്, ദൈവസഭയ്ക്കും ഉപയോഗമുണ്ടാവുക. അപ്രകാരം ഉപയോഗിക്കപ്പെടാതെ, അപ്രകാരം ഒരു മനുഷ്യന്റെ കൈ കീഴിൽ ഫറവോൻ
അടിമയാകാതെ അവൻ മുമ്പോട്ട് പോകുമ്പോഴേക്ക് അവനെ പുറകിൽ നിന്ന് വന്ന് ആക്രമിക്കുകയാണ്. എന്താണ്? ചൂഷണം ചെയ്യുന്ന ശക്തികൾ. ചൂഷണം ചെയ്യുന്ന ശക്തികൾ. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ പ്രാർത്ഥിക്കണോ? നിന്നെ ചൂഷണം ചെയ്യാൻ, നിന്നെ ഉപയോഗിക്കാൻ, നിന്റെ ആരോഗ്യത്തെ, നിന്റെ കഴിവിനെ, നിന്റെ ശുശ്രൂഷയെ വേറൊരുത്തന് തമ്പേറടിക്കാൻ, വേറൊരുത്തനെ ചൂഷണം ചെയ്യാൻ നീ അനുവദിക്കരുത്. നിന്റെ യൗവനത്തെ, നിന്റെ ആണ്ടുകളെ ക്രൂരന്മാർക്ക് കൊടുക്കരുത്. സദൃശവാക്യത്തിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞു, നിന്റെ ആണ്ടുകളെ ക്രൂരന്മാർക്ക് കൊടുക്കരുത്. നിന്റെ ആണ്ടുകളെ ക്രൂരന്മാർക്ക് കൊടുക്കരുത്. പകരം നീ ഒറ്റയ്ക്ക് നിൽക്ക്. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ ഒരുത്തനെ അടിമയായി കിട്ടിയാൽ അവനെ ഒരിക്കലും വിട്ടയക്കാൻ ഇഷ്ടം കാണത്തില്ല. അതുകൊണ്ടാണ് ഇസ്രായേലിൽ ദൈവം ഒരു നിയമം വെച്ചിരുന്നു. 7 ആണ്ട് ഒരുവൻ അടിമയായി ഇരുന്നാൽ 7ാമത്തെ ആണ്ട് ശബത്താണ്ട്, വീണ്ടും 7 49 വർഷം വരുമ്പോൾ 50ാമത്തെ വർഷം അവന് വിമോചന സംവത്സരം, യോബേൽ സംവത്സരമായിരിക്കുക. അന്ന് എന്ത് ചെയ്യാം? ഒരടിമയ്ക്ക് വിട്ടുപോകാം. അടിമയ്ക്ക് പോകുമ്പോൾ ആ അടിമയെ പുറകെ പോയി പിടിക്കുവാൻ ഒരു യജമാനനും അധികാരമില്ല. എന്നാൽ നിയമത്തെ അറിയാത്ത ഫറവോൻ ഇവിടെ കടന്നു വരികയാണ് ചൂഷണം ചെയ്യാൻ. നീ എൻ്റെ കൂടെ നിന്നാൽ എനിക്ക് പ്രയോജനമുണ്ട്, നിനക്ക് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. ലാബാന്റെ വീട്ടിൽ നിന്ന് യാക്കോബ് ഓടിപ്പോകുമ്പോൾ ലാബാൻ പുറകെ പോയി. എന്താണ് കാരണം? പകലത്തെ വെയിലുകൊണ്ട് ആടുകളെ മേയ്ക്കുവാൻ, രാത്രിയിലെ ശീതത്തെ സഹിച്ചുകൊണ്ട് അവന്റെ ആടുകളെ കാവൽ ചെയ്യുവാൻ ഒരു പണിക്കാരൻ അവന് വേണമായിരുന്നു. അവന്റെ 2 മക്കളെയോ, പറഞ്ഞാ കേൾക്കാത്ത റാഹേലിനെയോ, കണ്ട ഉൾക്കൊള്ളാൻ കഴിയാത്ത ലേയെയോ, ഒന്നിന് സ്വഭാവ വൈകൃത, ഒന്നിന് രൂപവൈകൃതമുള്ളതിനെയോ സ്വഭാവ വൈകൃതമുള്ളതിനെയോ കെട്ടിവെക്കാൻ ഒരു പുരുഷൻ വേണമായിരുന്നു. ഇങ്ങനെ യാക്കോബ് തനിക്കൊരു വേലക്കാരനായി, തൻ്റെ ഭാരം ചുമക്കാൻ, തൻ്റെ വേദന ചുമക്കാൻ, തൻ്റെ വീട്ടിൽ കഷ്ടപ്പെടാൻ ഒരു യാക്കോബിനെ വേണം. പക്ഷെ അവകാശങ്ങൾ എടുത്താൽ, അവൻ തല ഉയർത്തിയാൽ ലാബാന്റെ മുഖഭാവം മാറും. എന്നാൽ ഒരു രാത്രി യാക്കോബിനെ ദൈവം അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. ലാബാൻ പിന്നാലെ ചെല്ലുകയാണ്. ഇന്ന് പകൽക്കാല ദൈവ സഭയ്ക്കെതിരെ, അഭിഷക്തന്മാർക്കെതിരെ, ദൈവിക കൂട്ടായ്മയ്ക്കെതിരെ ചൂഷണം ചെയ്യാൻ നിൽക്കുന്ന, പിന്നണിയിൽ നിൽക്കുന്ന ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. ശബാരിയ മാലിയ കോതിയ യക്കെ ബറാശിയ തവാശിയ കാലിയ യകാമം ശബ്ദരാദിയ. നിന്റെ സൗന്ദര്യം ചൂഷണം ചെയ്യപ്പെടരുത്. നിന്റെ എഡ്യൂക്കേഷൻ ചൂഷണം ചെയ്യപ്പെടരുത്. നിന്റെ കൃപാവരങ്ങൾ ചൂഷണം ചെയ്യപ്പെടരുത്. നിന്റെ അഭിഷേകം ചൂഷണം ചെയ്യപ്പെടരുത്. നിന്റെ വിശുദ്ധി ചൂഷണം ചെയ്യപ്പെടരുത്. നിന്റെ ആത്മാർത്ഥത ചൂഷണം ചെയ്യപ്പെടരുത്. Rabala Hashia Maharana Haidara Hasi Baradera Rumala Hattara Barashia Rubal Benashi Karab Terashabam Rumat Pura Diga Sabab Pravani Asbab Pravania Rigara Saida Stotram 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 ബൈബിളിനെ ചോദ്യം ചെയ്യുന്ന ചില സ്നേഹിതർ, അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന രാത്രി ദൈവം അവിടുത്തെ സ്ത്രീകളുടെ അടുക്കൽ പറഞ്ഞു, ഇസ്രായേലിലെ സ്ത്രീകളുടെ അടുക്കൽ പറഞ്ഞു, എല്ലാ അയൽപക്കത്തെ വീട്ടിലും പോയി ഞങ്ങൾ ഉത്സവത്തിന് പോവുക, ഇട്ടുകൊണ്ട് പോകാൻ മാലയും കമ്മലും ഒക്കെ ഒന്ന് തരാമോ എന്ന് ചോദിച്ച് അതെല്ലാം മേടിച്ചോണം, മേടിച്ചിട്ട് നിങ്ങളിങ്ങ് പോരണം. എന്നിട്ട് ഈ മേടിച്ചോണ്ട് വന്ന പൊന്നും വെള്ളി എല്ലാം കൂടെ വെച്ചിട്ട് കുറേ കാലം കഴിഞ്ഞപ്പം ദൈവം പറഞ്ഞു, ഇതെല്ലാം കൂടെ ഉരുക്കിയെടുത്ത് നിങ്ങൾ എനിക്കൊരാലയം പണിയാൻ. ഇതുപോലെ തട്ടിപ്പ് പറഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യൻ പോലുമില്ല. ഇതാണോ നിന്റെ ദൈവം? ഇതാണോ നിന്റെ ദൈവം? ചോദ്യം പ്രസക്തമല്ലേ? ചോദ്യം പ്രസക്തമാ. എൻ്റെ ദൈവം തട്ടിപ്പല്ല കാണിച്ചത്, എൻ്റെ ദൈവം ഉഡായിപ്പല്ല കാണിച്ചത്. പകരം എൻ്റെ ദൈവം നാളുകളായി നോക്കിക്കൊണ്ടിരിക്കുക. അമ്മേ, ഈ മിസ്രൈമിലെ അമ്മച്ചിയുടെ കഴുത്തെ കിടക്കുന്ന മാല ഏതാണെന്നറിയാവോ? ഈ മിസ്രൈമിലെ അമ്മച്ചിയുടെ കാതെ കിടക്കുന്ന കമ്മൽ ഏതാണെന്നറിയാവോ? കൈ നിറച്ചിട്ടിരിക്കുന്ന വള ഏതാണെന്നറിയാമോ? ഇസ്രായേലിലെ പെങ്കൊച്ചുങ്ങൾ അവിടെ കിടന്ന് അടിമപ്പണി ചെയ്തതാ. അമ്മച്ചി അവിടെ കയ്യേലും കാതേലും മൊത്തം ഇട്ടോണ്ട് നടക്കുന്നത്. തമ്പുരാൻ നോക്കിയപ്പോ അവരുടെ ശരീരത്തിൽ കിടക്കുന്ന ആഭരണം മുഴുവൻ ഇസ്രായേലിന്റെ വിയർപ്പ, ഇസ്രായേലിന്റെ
ഫറവോന്റെ കണ്ണുനീര്, ആമേൻ. ഇസ്രായേലിന്റെ അധ്വാനമാ. സ്വർഗത്തിലെ ദൈവം അവരുടെ അടുക്ക പറഞ്ഞു, നീ അത് ഊരിക്കൊണ്ട് പോര്, ആമേൻ. നിനക്കത് അവകാശപ്പെട്ടതാ. സുധാരമാ. ഇന്ന് പകൽ ദൈവമൈതനെ ആമേൻ. നിനക്ക് അവകാശപ്പെട്ടതിനെ ചൂഷണം ചെയ്യാൻ ആമേൻ. സ്വർഗത്തിലെ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് പകൽ ഇതിനകത്ത് ചൂഷണം ചെയ്യുന്ന പോരുകൾ അഴിക്കുക. ഒരു കുടുംബത്തിന് വേണ്ടി നീ അടിമയാകത്തില്ല, ഒരു ദേശത്തിന് വേണ്ടി നീ അടിമയാകത്തില്ല, ഒരു സംഘടനയ്ക്ക് വേണ്ടി നീ അടിമയാകത്തില്ല. പിന്നിൽ നിന്നുള്ള പോരുകൾ, പിന്നിൽ നിന്നുള്ള പോരുകൾ, പിന്നിൽ നിന്നുള്ള പോരുകൾ ഇന്ന് പകൽ അഴിയട്ടെ. ഈ പ്രാർത്ഥനയിൽ അത് അഴിയട്ടെ. യേശുവേ, ഞങ്ങളെ ചൂഷണം ചെയ്യുമെന്ന് വാദിക്കുന്ന ദുർശക്തികൾ ഇന്ന് ഈ സഭയ്ക്കകത്തുനിന്ന്, ഈ അഭിഷേകത്തിനെതിരെ, ഈ കുടുംബത്തിനെതിരെ വാദിക്കുന്ന ചൂഷണ ശക്തികൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. പിന്നിൽ നിൽക്കുന്ന ശത്രുക്കൾ, പിന്നിൽ നിൽക്കുന്ന ശത്രുക്കൾ, പിന്നണിയിൽ നിൽക്കുന്ന ശത്രുക്കൾ യേശുവിന്റെ നാമത്തിൽ വ്യക്തപ്പെടട്ടെ. പിമ്പിൽ നിരന്നിരിക്കുന്ന പട യേശുവിന്റെ നാമത്തിൽ ഒതുക്കപ്പെടട്ടെ. സ്തോത്രം. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, തിരുവെഴുത്തിന്റെ ഒരു ചരിത്രമുണ്ട്. അടിമയെ പിന്തുടരുന്നവനെ എല്ലാം ദൈവം നശിപ്പിച്ചു കളയും. ഞാൻ രണ്ട് ഭാഗങ്ങൾ പറയാം. ഒന്ന്, ഫറവോനും സൈന്യവും. രണ്ട്, കരുണ ലഭിച്ച ശിമയി ശലോമോന്റെ കാലത്ത് യെരൂശലേമിൽ പാർത്തു. എന്നാൽ അവൻ്റെ കയ്യിൽ നിന്ന് രണ്ട് അടിമകൾ എന്ത് ചെയ്തു? ഓടിപ്പോയി. അടിമകളെ പിടിക്കാൻ വേണ്ടി ശിമയി യെരൂശലേമിൻ്റെ പുറത്തു പോയി. പിരിക ശിമയി യെരൂശലേമിൽ കയറി താമസിച്ചില്ല. ദൈവം അവനെ കഴുമരത്തിൽ കയറ്റി. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം ദൈവ പൈതലേ, നിന്നെ ചൂഷണം ചെയ്ത് പിന്നെയും അടിമയാക്കി അവൻ്റെ കാൽ കീഴെ ഇടണം. നിന്റെ നന്മകളെയെല്ലാം അനുഭവിക്കണം. നിന്റെ ആരോഗ്യവും നിന്റെ സൗന്ദര്യവും നിന്റെ കൃപയും നിന്റെ താലന്തുകളും അവൻ്റെ പോക്കറ്റിൽ വീഴണമെന്ന് പറഞ്ഞ് വാദിക്കുന്ന ദുർശക്തികളുടെ മേൽ ഇന്ന് പ്രാർത്ഥനയിൽ ജയമാണ്. നാമത്തിൽ